സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തുടക്കം. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ഇന്ന് കൊല്ലത്ത് തിരിതെളിയും. പ്രധാന വേദിയായ ആശ്രാമ മൈതാനത്ത് രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെ കലാമേളയ്ക്ക് ഔദ്യോഗിക തുടക്കമാകും. 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. നടിയും നർത്തകിയുമായ ആശാ ശരത്തിന്റെ നൃത്താവിഷ്കാരം ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് അവതരിപ്പിക്കും. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു കൊല്ലത്ത് നിന്നും. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. കലോത്സവത്തിന് ഇന്ന് തിരിതെളിയുകയാണ്. നമ്മുടെ ഒരു ടീം അവിടെയുണ്ട്. എല്ലാ വിവരങ്ങളും എല്ലാ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി. എന്താണ് അവിടുത്തെ ഒരു വൈബ്? തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, കുട്ടികളൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് വിവരങ്ങൾ? ഇപ്പോ എങ്ങനെയുണ്ട് കൊല്ലത്ത്? ഒരു കൊല്ലംകാരൻ കൂടിയാണല്ലോ മിഥുൻ. അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് കൊല്ലത്തുള്ള ആൾക്കാരുള്ളത്. ഞാനൊരു കൊല്ലത്തുള്ള എന്നുള്ള ആട് കൂടിയാണ്. ഒപ്പം തന്നെ ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്തുള്ള ഒരു കലാമേളയ്ക്ക് വേദിയാകുന്നത്. അരങ്ങുണരാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 9 മണിയോടുകൂടി തന്നെ പതാക ഉയർത്തൽ ചടങ്ങിന് ശേഷം പിന്നീട് വേദിയെല്ലാം തന്നെ സജീവമാകും. പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ള ഒന്നാം വേദിയാണ്. അതായത് ഇവിടെ ഏകദേശം 2500ഓളം പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് പ്രധാനപ്പെട്ട എല്ലാ ഇനങ്ങളും നടക്കുക. ഒന്നാമത്തെ വേദിയാണ്. ഇതിന് എല്ലാ കലോത്സവത്തിനും നമ്മൾ കാണാറുണ്ട്. ഓരോ വേദികൾക്കും ഇത്തവണ 24 വേദികളാണ് കൊല്ലത്തെ ഈ ഒരു കലാമേളയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. 24 മേളകളിൽ ഈ ഒന്നാം വേദിക്കും ഓരോ വേദിക്കും പല പേരുകൾ ഇടാറുണ്ട്. ഓരോ വർഷവും ഇത്തരത്തിൽ പുഷ്പങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കലാപ്രതിഭകളുടെയോ അല്ലെങ്കിൽ സിനിമാ രംഗത്തെ ഉള്ള വ്യക്തികളുടെയോ അങ്ങനെ ഓരോ തരത്തിലുള്ള പേരുകളായിരുന്നു ഇടുന്നതെങ്കിൽ ഇത്തവണ അതേ രീതിയിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഇത്തവണ വേദികൾക്ക് പേരിടുകൾ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ONV സ്മൃതി എന്നാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു വേദിക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 15 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ ഒരു കൊല്ലത്തെ ഈ ഒരു കലാമേളയ്ക്ക് വലിയ ആവേശത്തോടു കൂടി കൊല്ലത്തെ ജനതകൾ തന്നെ ഒത്തൊരുമിക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. എന്തായാലും കലാപ്രതിഭകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കൊല്ലത്തേക്ക് എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പലരും പ്രാക്ടീസും ഒപ്പം തന്നെ അവസാനവട്ട ഒരുക്കങ്ങളും ഒപ്പം തന്നെ പ്രതീക്ഷകളുമായി എല്ലാം തന്നെ രംഗത്തുണ്ട്. നമുക്ക് അവരിലേക്കൊക്കെ തന്നെ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളിലേക്കൊക്കെ തന്നെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്തവണത്തെ ഈ ഒരു കലാമേളയ്ക്കായി എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. 24 വേദികളിലായി ഏകദേശം 259ഓളം ഇനങ്ങളാണ് ഇത്തവണത്തെ മേളയിൽ വേദിയിലേക്ക് വരാൻ പോകുന്നത്. വേദി ഉണരാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 9 മണിയോടുകൂടിയാണ് പതാക ഉയർത്തൽ ചടങ്ങുകൾ നടക്കുക. അതിനുശേഷം പിന്നീട് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കൗമാര ഉത്സവത്തിന്റെ തിരിതെളിയിക്കുകയും ചെയ്യും. എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട നിരവധി കലാരൂപങ്ങൾ വേദിയിലേക്ക് വരാനുണ്ട്. അതിലേറ്റവും പ്രധാനമായിപ്പെട്ടത് സംഘനൃത്തം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വേദിയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതാണ് ചാർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെ ഓരോ വേദികൾക്കും പേര് നൽകുകയും ചെയ്തിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ വേദിയായിട്ടുള്ള സോപാനം ഓഡിറ്റോറിയത്തിന് പേര് നൽകിയിരിക്കുന്നത് O മാധവൻ സ്മൃതി എന്ന് തന്നെയാണ്. മൂന്നാമത്തെ CSI കൺവെൻഷൻ സെന്ററിലാണ് മൂന്നാമത്തെ വേദിയുള്ളത്. അവിടെ ഭരത് മുരളി സ്മൃതി എന്ന അനശ്വര നടന്റെ പേരാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 4ാമത്തെ വേദി അത് ജയൻ സ്മൃതി എന്നാണ്. കൊല്ലത്തെ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളുടെ ഒപ്പം തന്നെ മറ്റ് പ്രതിഭകളുടെ ഒക്കെ തന്നെ പേരുകളാണ് ഇത്തവണത്തെ ഈ ഒരു വേദികൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ഇത്തവണത്തെ കലാമേളയ്ക്കുള്ള പേരിൽ അല്ലെങ്കിൽ ആ വേദികൾക്കുള്ള പേരിൽ നടക്കുന്നുണ്ട്. ഏതായാലും പ്രതിഭകളൊക്കെ തന്നെ
വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ കഴിഞ്ഞ വർഷത്തെ കുതിപ്പ് തുടരാൻ മറ്റ് ജില്ലകളെത്തുമ്പോൾ കൊല്ലം ജില്ലയിൽ ഇത്തവണ ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം കിരീടം ഇവിടേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആകാംക്ഷ ഒക്കെ തന്നെ കൊല്ലത്തെ ജനതകൾക്കുമുണ്ട്. എന്തായാലും കൊല്ലത്തേക്ക് കിരീടം എത്തുമോ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മറ്റുള്ളത് നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ തൃശ്ശൂരായാലും പാലക്കാടായാലും ഒക്കെ തന്നെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ല അടക്കമുള്ളവർ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. നിലവിലെ ജേതാക്കൾ തന്നെ ഇത്തവണത്തെ കിരീടത്തിലേക്ക് എത്തുമോ എന്നുള്ള ആകാംക്ഷയൊക്കെ തന്നെ നിൽക്കുന്നു. 4 ദിവസത്തെ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 4 ദിവസമാണ് ഈ കലാമേള നടക്കുന്നത്. 259 ഇനങ്ങളാണ് വേദിയിലേക്ക് വരാൻ പോകുന്നത്. എന്തായാലും അതിനുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. 9 മണിയോടുകൂടി പതാക ഉയർത്തൽ ചടങ്ങൊക്കെ ആരംഭിക്കുകയും ചെയ്യും. അശ്വതി, മിഥുൻ, ഓരോ തവണയും ഓരോ ജില്ലയിലേക്ക് ഈ കലോത്സവം എത്തുമ്പോൾ, ആതിഥേയത്വം വഹിക്കുമ്പോൾ എത്ര മികവോടെ അത് ചെയ്യാമെന്നുള്ളൊരു മത്സരമുണ്ട്. കൊല്ലത്തിപ്പോൾ ഇത് 6ാം തവണയാണ് കലോത്സവം എത്തുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ നടത്തി പരിചയമുണ്ട്. എത്രത്തോളം ഒരുക്കങ്ങളാണ് കൊല്ലത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്? പ്രത്യേകിച്ച് പഴയിടം മോഹൻ നമ്പൂതിരിയാണ് കുട്ടികൾക്കായുള്ള ഭക്ഷണം ഒരുക്കുന്നത്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണം ഒരുക്കുന്നത്. അതിൻ്റെ മേന്മയുണ്ട്. ഒപ്പം എപ്പോഴും വേദികൾ, ഈ ആശ്രമ മൈതാനമൊക്കെ അത്രത്തോളം വലിയ വേദിയാണ്. അതിൻ്റെ സൗകര്യങ്ങൾ എങ്ങനെയാണ് ജില്ലാ ഭരണകൂടം ഈ ഒരു കലോത്സവത്തെ കാണുന്നത്? പ്രത്യേകിച്ച് കൊല്ലത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലുള്ള, നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ കൊല്ലംകാരായ കലാകാരന്മാരുടെ പേരുകളാണ് വേദികൾക്ക് നൽകിയിട്ടുള്ളത്. തീർച്ചയായും അതിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് 6ാം തവണയാണ് കൊല്ലം വേദിയാകുന്നത്. പക്ഷേ 15 കൊല്ലം മുമ്പാണ്, 2008 ഇതിനു മുമ്പ് അവസാനമായി ഈ ഒരു സംസ്ഥാന കൗമാര മേളയ്ക്കായി കൊല്ലം ആതിഥേയത്വം വഹിക്കുകയും ചെയ്തത്. അന്നത്തെ പോലെയല്ല ഇപ്പോൾ. പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ തന്നെ വലിയ മികവ് അല്ലെങ്കിൽ കൂടുതൽ പ്രതിഭകൾ ഉയർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. കൂടുതൽ മത്സര ഇനങ്ങൾ ഈ വേദിയിലേക്ക് വരുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരത്തിൽ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളൊക്കെ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൂടി തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു കൂടുതൽ മികവായ രീതിയിൽ ഓരോ വർഷം കൂടിയിരിക്കുമ്പോഴും ഓരോ വർഷം വലിയ രീതിയിലുള്ള പരിപാടികളിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തിനെ കവച്ചു വെക്കുന്ന തരത്തിൽ ഇത്തവണ കൊല്ലത്ത് വലിയ രീതിയിൽ ആരവം ഉയരാനുള്ള സാഹചര്യം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ്. ഇതിനുവേണ്ടിയുള്ള എല്ലാ കമ്മിറ്റികളെയും രൂപീകരിച്ചിട്ടുണ്ട്. അവർ എല്ലാ രീതിയിലും തന്നെ കുട്ടികൾക്ക് ആവശ്യമായുള്ള, അതൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട അപ്പീൽ കമ്മിറ്റി തന്നെയാണ്. കഴിഞ്ഞ തവണയും എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും, അതെല്ലാം പ്രകടമാക്കുകയും ചെയ്യുന്നതാണ്. ഇത്തവണയും അതിനുവേണ്ടിയുള്ള ഒരു സാധ്യതകൾ, അത്തരത്തിൽ കുട്ടികൾക്ക് അർഹതപ്പെട്ട കുട്ടികൾക്ക് എല്ലാ പ്രൈസുകളും നൽകുമെന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പീൽ കമ്മിറ്റിയിലൊക്കെ തന്നെ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് കണ്ടറിയേണ്ടതായിരിക്കുന്നു. അതിനുള്ള കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന 1ാമത്തെ വേദിയിൽ ഏകദേശം 2200ഓളം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കരുതുന്ന വലിയ ഒരു വേദി തന്നെയാണ്. അത് ആശ്രമ മൈതാനത്താണ് പ്രധാനപ്പെട്ട ഈ 1ാമത്തെ വേദി ഒരുക്കിയിരിക്കുന്നത്. പിന്നീട് അങ്ങനെ മൊത്തം 24ഓളം വേദികളാണ് ഒരുക്കിയിരിക്കുന്നത്. 2018 പരിഷ്കരിച്ച ഈ മാനുവലിലെ വ്യവസ്ഥകൾക്കനുസൃതമായാണ് ഇത്തവണ ഈ മേള സംഘടിപ്പിക്കുന്നത്. അടുത്ത തവണ മാനുവൽ വിശദമായി പരിഷ്കരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നതായി മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 2009 മുതലാണ് പിന്നീട് ഹയർ സെക്കൻഡറിയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം കൂടി ഈ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായതോടുകൂടിയാണ് ഈ 239, അതായത് ഹൈസ്കൂൾ വിഭാഗത്തിൽ 96, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 105, സംസ്കൃതോത്സവത്തിൽ 19, അറബിക് കലോത്സവത്തിൽ 19 ഇനങ്ങളിലായി ഏകദേശം 14,000ഓളം വിദ്യാർത്ഥികളാണ് ഈ ഒരു മേളയുടെ ഭാഗമായി എത്തുന്നത്. അത്തരത്തിൽ കൂടുതൽ കലാപ്രതിഭകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലത്തിലെ വിവിധ ഭാഗങ്ങളിൽ, സ്റ്റീൽ അടക്കമുള്ള വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥികളെ, ഈ കലാപ്രതിഭകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവരെല്ലാം തന്നെ ഇനി ഒരു 9 മണിയോടുകൂടിയാവും അവരെല്ലാം ഇവിടേക്ക് എത്താൻ. എന്തായാലും വേദിയെല്ലാം ഉണരാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണുള്ളത്. എല്ലാ ഒരുക്കങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും കൊല്ലത്ത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു കൗമാര മേളയ്ക്ക് അല്ലെങ്കിൽ കൗമാര ഉത്സവത്തിന് നമുക്കറിയാം, ഇവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്ന ഈ ആശ്രമ മൈതാനത്താണ് ഈ കൊല്ലം പൂരം അടക്കമുള്ളവ നടക്കുന്നത്. അത്തരത്തിലുള്ളൊരു പൂരത്തിന് സമാനമായ രീതിയിലുള്ള ഒരു വെടിക്കെട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ കൂടുതൽ പ്രതിഭകളെ വാർത്തെടുക്കാൻ ഇത്തവണത്തെ ഈ ഒരു കലാമേളയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മിഥുൻ, എപ്പോഴും വേദിയിലുള്ള മത്സരാർത്ഥികളുടെ ദൃശ്യങ്ങളും അവരുടെ വിശേഷങ്ങളും അതിനപ്പുറത്തേക്ക് കൊല്ലത്തെ അല്ലെങ്കിൽ കലോത്സവ നഗരിയിലെ
കാഴ്ചകൾ, വ്യത്യസ്ത കാഴ്ചകൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു ടീമിനെ കുറിച്ച് പറയൂ. എസ് ലല്ലു നയിക്കുന്ന ഒരു ഗംഭീര ടീമാണ് നമ്മുടെ കലോത്സവം റിപ്പോർട്ട് ചെയ്യാനായി ന്യൂസ് 18 നിന്നും പോയിരിക്കും. നമ്മുടെ ഡെസ്ക് അവിടെ ഒരു താൽക്കാലിക ഡെസ്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്ലാനൊക്കെ? കാരണം ഒരു ചെറിയ മത്സരം നമുക്കിടയിലും നടക്കുന്നുണ്ടല്ലോ. എത്രയും നല്ല മനോഹരമായി പ്രേക്ഷകരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത്. അശ്വതി, തീർച്ചയായും അതായത് എല്ലാ ചാനലുകളും അവരുടെ പ്രൗഢി വിളിച്ചെത്തുന്ന രീതി അല്ലെങ്കിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ രംഗത്തുണ്ട്. നമ്മളും അതിനെ ഒപ്പം നിൽക്കുന്ന രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായാണ് ന്യൂസ് 18 കേരളയും ഇത്തവണത്തെ കൊല്ലത്തെ ഈ ഒരു കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്നതിന് എത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് ലല്ലു ആണ് ഇതിന്റെ ഹെഡ്. ഞങ്ങൾ ലലിച്ചേട്ടൻ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. എല്ലാവരും ഉണ്ട്. ലലിച്ചേട്ടന് പുറമെ എൽദോപ്പോൾ പുതുശ്ശേരി ഉണ്ട്, ആര്യയുണ്ട്, ഒപ്പം തന്നെ ഐശ്വര്യ ഉണ്ട്. പിന്നീട് ഡെസ്കിൽ നിന്ന് പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളും ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നമുക്ക് വിശാലമായ ക്യാമറ ക്രൂ ഉണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ ക്യാമറയ്ക്ക് പിന്നിലുള്ളത് ഷിജു ചവറയാണ്. ഷിജു ചവറ കൊല്ലംകാരൻ തന്നെയാണ്, ചവറക്കാരനാണ്. തൊട്ടടുത്ത്, അതായത് ഈ വേദിക്ക് പേരിട്ടിരിക്കുന്ന ONVയുടെ വീടിന് അടുത്തായിട്ട് തന്നെ ഷിജു ചവറയുടെ വീടും ഉള്ളത്. എന്തായാലും അത്തരത്തിൽ ഈ കൊല്ലവുമായി കൂടുതൽ പരിചയമുള്ള വ്യക്തിയാണ്. ഇവിടുത്തെ ക്യാമറമാൻ കൂടിയാണ് ഷിജു ചവറ. അദ്ദേഹം ക്യാമറയ്ക്ക് പിന്നിലാണ്. എന്തായാലും പ്രേക്ഷകരിലേക്ക് അദ്ദേഹത്തെ നമ്മൾ ഒരിക്കൽ എത്തിക്കാനുള്ള ശ്രമം നടത്തും. എന്തായാലും അത്തരത്തിൽ വലിയ വൈബ് തന്നെയാണ് ആശ്രമ മൈതാനം. നമുക്കറിയാം വലിയ രീതിയിൽ അടുത്തിടെ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അശ്വതിക്കറിയാം, അതായത് ആ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയതിനു ശേഷം കുട്ടിയെ കൊണ്ടുവിട്ടത് അബിഗേൽ എന്ന കുട്ടിയെ കൊണ്ടുവിട്ടത് ഈ ആശ്രമ മൈതാനത്താണ്. അത്രയും വിശാലമായിട്ടുള്ള ഒരു വലിയ തിരക്കൊക്കെ വന്നാൽ പോലും തന്നെ ഒത്തിരിയധികം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഒരു ഗ്രൗണ്ടാണ് ഈ ആശ്രമ മൈതാനം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ഒരു ഒന്നാമത്തെ വേദി. അത്തരത്തിൽ പാർക്കിങ്ങിനായാലും അല്ലെങ്കിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കാൻ, എല്ലാ ക്രമീകരണം ഒരുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇടം കൂടിയാണ് ആശ്രമ മൈതാനം. അവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ സൈഡുകളിൽ ചാനലുകളുടെ ഓരോ അവരുടെ ചാനലുകളുടെ എല്ലാം ഇരിപ്പിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ എല്ലാവരും വിദ്യാർത്ഥികൾ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിത്തുടങ്ങും, കലാപ്രതിഭകൾ. കാരണം 9 മണിക്ക് ശേഷമാണ് മത്സരങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അല്പസമയത്തിന് ശേഷമായിരിക്കും ഇവിടേക്ക് എത്തുക. എന്തായാലും എല്ലാം കൊണ്ടും കൊല്ലം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള 4 നാൾ ഈ ഒരു കൗമാരോത്സവത്തിന് വേണ്ടി ആയിരിക്കും അത്. അവിടേക്ക് കൂടുതൽ ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുമെന്ന് തന്നെയാണ്. നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്നും ഒപ്പം തന്നെ കേരളത്തിലുടനീളമുള്ള ആളുകൾ ഈ ഒരു കൗമാര കുതിപ്പ് കാണാൻ, കൗമാര മേള കാണാനായി കൊല്ലത്തേക്ക് എത്തിത്തുടങ്ങുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ എല്ലാവരും എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്നും നാളെയും ഒക്കെയായി പ്രധാനപ്പെട്ട ഇനങ്ങളൊക്കെ തന്നെ, ഗ്ലാമർ ഇനങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. അതൊക്കെ കാണാൻ തന്നെ കൂടുതൽ ആളുകളുണ്ട്. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്യം നിന്ന് പോകുന്ന പല കലാരൂപങ്ങളുമുണ്ട്. അത് നമ്മളുടെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വേദി കൂടിയാണ് ഈ ഒരു സംസ്ഥാന സംസ്ഥാന കലാമേള എന്ന് പറയുന്നത്. അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിച്ചിരിക്കുന്നു. എല്ലാം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആയി ന്യൂസ് 18 കേരള രംഗത്തുണ്ട്. പ്രേക്ഷകർക്ക് കൃത്യമായി ഇടവേളകളില്ലാതെ ഇതിന്റെ വിശദ വിവരങ്ങൾ എത്തിക്കുന്നതാണ്. ശരി, എന്തായാലും ആ ആവേശം ഇപ്പോ തുടങ്ങിയിട്ടുണ്ട്. മിഥുൻ സംസാരിക്കുമ്പോൾ തന്നെ 24 വേദികൾ എന്ന് പറയുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് ക്യാമറ വെച്ചാലും കാഴ്ചകളാണ്, നല്ല കാഴ്ചകളാണ്. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ അത് കണ്ടിരിക്കാൻ അത്രത്തോളം കൗതുകമുള്ള കാഴ്ചകളുമായിരിക്കും. മിഥുൻ, ഇന്നിപ്പോ 9 മണിക്ക് പതാക ഉയർത്തൽ, 10 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്നുള്ള പരിപാടികൾ ഏത് രീതിയിലാണ്? അരങ്ങുണരുന്നത് എപ്പോഴാണ്? അശ്വതി, 9 മണിക്ക് പതാക ഉയർത്തൽ ശേഷി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വേദികളെല്ലാം തന്നെ ഉണരുകയും ചെയ്യും. അരങ്ങുണർന്ന ശേഷം 10 മണിയോടുകൂടി എനിക്ക് തോന്നുന്നു 9 മണിക്ക് ശേഷം 1-2 പരിപാടികൾ മാത്രമാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത്. പ്രധാന വേദിയിൽ ഉദ്ഘാടന ചടങ്ങ് ഉണ്ടതുകൊണ്ട് തന്നെ പ്രധാന വേദിയിൽ അതിനുശേഷമായിരിക്കും പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റ് കലാരൂപങ്ങൾ വേദിയിലേക്ക് വരിക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 10 മണിയോടുകൂടി മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഒപ്പം തന്നെ നിഖില വിമൽ ചർച്ചിൽ താരം ഗസ്റ്റായി എത്തുന്നുണ്ട്. ഒപ്പം തന്നെ കൊല്ലം മേയറുണ്ട്. ഈ കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ രംഗത്തുണ്ട്. ഈ സമീപകാലത്ത് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. അത്തരത്തിൽ
പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഈ ഒരു കലാ മഹോത്സവത്തിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി കൊല്ലത്തേക്ക് എത്തുകയാണ്. അത്തരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വേദികൾ ഉള്ളപ്പോൾ തന്നെ ഈ വേദികൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് എത്തിച്ചെല്ലാൻ പറ്റുന്ന രീതിയിലാണ് വേദികൾ ഒരുക്കിയിട്ടുള്ളത്. അതായത് ആശ്രമ മൈതാനത്തിന് സർക്കിളിന് ചുറ്റും, അതായത് അത്രയും രീതിയിലാണ് അവിടെയൊക്കെയാണ് ഈ പറയുന്ന വേദികൾ ഉള്ളത്. അവിടെ പല സ്കൂളുകളായിട്ടുണ്ട്, കോളേജുകളിൽ വേദികളുണ്ട്, ഒപ്പം തന്നെ ടൗൺ ഹാളിൽ വേദികളുണ്ട്. അവിടെയൊക്കെ എത്തിപ്പെടാൻ വളരെ എളുപ്പം വിദ്യാർത്ഥികൾക്ക് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അത്രയും രീതിയിൽ ബുദ്ധിമുട്ടേണ്ട സാഹചര്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അശ്വതി സൂചിപ്പിച്ചത് അത് ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതായത് പഴയിടത്തിന്റെ ഫുഡ് അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വർഷങ്ങളായി പഴയിടത്തിന്റെ ഫുഡ് തന്നെയാണ് വിദ്യാർത്ഥികൾ കഴിക്കുന്നത്. അതിൽ ഓരോ വർഷം കഴിയും തോറും അതിന്റെ രുചിയൊക്കെ കൂടി വരുന്നത് തന്നെയാണ്. അതെന്തായാലും നമുക്കും കഴിക്കാൻ പറ്റുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് നമ്മൾ എന്തായാലും നിൽക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഏകദേശം ഒരു 9 മണിയോട് കൂടി തന്നെ പതാക ഉയർത്തൽ ചടങ്ങുകളാവും. എന്തായാലും ആ ഒരു വൈബിലേക്ക് കൊല്ലം ജനങ്ങളെത്തുന്നു, ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ എത്തുന്നു. ഏകദേശം 14,000-ൽ അധികം കലാപ്രതിഭകൾ കൊല്ലത്തിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമാണ്. എനിക്ക് തോന്നുന്നു മിഥുൻ സംസാരിക്കുമ്പോൾ ഒരു കൊല്ലംകാരനാണെന്നുള്ളതിന്റെ ഒരു അഭിമാനമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കലോത്സവം എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ക്യാമറ ചെയ്യുന്ന ഷിജു ചവറ, നിങ്ങളെ ലീഡ് ചെയ്യുന്ന എസ് ലല്ലു എല്ലാം കൊല്ലംകാരാണ്. അതാണ് നമ്മുടെ ടീമിന്റെ ഒരു പ്രത്യേകതയെന്ന് തോന്നുന്നു. വളരെ കുറച്ചുപേരെ ബാക്കിയുള്ളവരുള്ളൂ. അപ്പോൾ ഇപ്പൊ പറഞ്ഞതുപോലെ പഴയിടത്തിന്റെ ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് ഇന്നോട്ട് തന്നെയാണോ തുടങ്ങുന്നത്? പഴയിടത്തിന്റെ ഭക്ഷണം ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടോ? അതിന്റെ രീതി എങ്ങനെയാണ്? ഒപ്പം എനിക്ക് അറിയേണ്ട ഒരു കാര്യം, മിഥുൻ കായിക വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. സ്പോർട്സ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, അത് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകും. നാഷണൽ പൊളിറ്റിക്സ് നന്നായി ചെയ്യുന്ന ആളാണ്. ഇപ്പൊ കലാരംഗത്തേക്ക് എത്തുമ്പോൾ നേരത്തെ അങ്ങനെ എന്തെങ്കിലും പരിചയമുണ്ടോ? സ്കൂൾ തലത്തിലൊക്കെ പഠിക്കുമ്പോൾ കലാമേളകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? കലാമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു തവണ 2009-ൽ വട്ടപ്പാട്ടിനുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2008-ൽ അന്ന് തിരുവനന്തപുരത്തായിരുന്നു അന്ന് വേദി. അവിടെ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ ഈ റിപ്പോർട്ടിംഗ് ഫീൽഡിലേക്ക് വന്നതിന് ശേഷം, മാധ്യമപ്രവർത്തകനായതിനു ശേഷം ഇത് 3ാമത്തെ കലോത്സവം റിപ്പോർട്ടിംഗാണ്. ഇതിനു മുമ്പ് കണ്ണൂരും തൃശ്ശൂരുമാണ്. അന്ന് ഞാൻ ന്യൂസ് 18 കേരളയുടെ ഭാഗമല്ലായിരുന്നു, മറ്റൊരു ചാനലിന്റെ ഭാഗമായിരുന്നു. ജയ്ഹിന്ദ് TV-യിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അന്ന് ആ സമയത്ത് അവിടെ 2 തവണ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ന്യൂസ് 18-ൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ്, അതും സ്വന്തം ജില്ലയിൽ തന്നെ ഉള്ള മേള റിപ്പോർട്ട് ചെയ്യാനായെന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ആ അഭിമാനം എന്തായാലും ഉണ്ട്. കാരണം നമുക്കറിയാം, ഓരോ ജില്ലയിലേക്ക് വരുമ്പോൾ അതായത് ജില്ലയിലെ ആളുകൾക്ക് അവർക്ക് കൂടുതൽ മുന്നേറ്റം ഉണ്ടാകണം, അവർക്ക് കൂടുതൽ നേട്ടം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് തെറ്റല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാം കൊണ്ടും സമ്പന്നമാണ്. ഒരു വലിയ മികവാർന്ന രീതിയിലുള്ള ഒരു മേള തന്നെ ഇത്തവണ നമുക്ക് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കും, പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഒരുപാട് പ്രതിഭകളെ ഇത്തവണത്തെ മേളയിലൂടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതെന്തായാലും അത് സഫലമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, എന്തായാലും ഞങ്ങളുടെ ടീം അവിടെ റെഡിയാണ്. കലോത്സവത്തിന്റെ ഓരോ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി ന്യൂസ് 18 ടീം സജ്ജമായി കഴിഞ്ഞു. അതിന്റെ കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറുകളിൽ, വരും നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇന്ന് 9 മണിക്കാണ് കലോത്സവത്തിന് പതാക ഉയരുക. ഒപ്പം 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.